Hello everyone, welcome to Jupod Class 9. It's me, Nafi. എല്ലാവർക്കും മക്കളെ ജൂപോഡ് 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പം നമ്മുടെ ആദ്യത്തെ ഓണപരീക്ഷ സോഷ്യൽ സയൻസ് ആണ്. ആ സോഷ്യൽ സയൻസിൽ നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ള അഥവാ ലോകത്തിന് നെറുകയിൽ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ നോട്ട് കിട്ടാനായിട്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉഷാറാക്കുക, ജിൽജിലാക്കുക, സൂപ്പർ ആക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോ, ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകയിൽ നിന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഹിമാലയ ആർ ക്ലാസിഫൈഡ് ഇൻടു 3 വിച്ച് ആർ ദേ. ഹിമാലയത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് അല്ലെ. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ മാറിക്കോട്ടെ, പക്ഷേ നിങ്ങൾ കോണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും എക്സാമിന് ചോദിക്കുക? വൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാചൽ. ഹിമാചലിന്റെ സവിശേഷത ഏതാണ്? അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യാൻ എന്താ? ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക്സ് ഇത് മൂന്നും എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്? ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഹിമാലയത്തിൻ്റെ വർഗ്ഗീകരണങ്ങളാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചെന്താ? ഫീച്ചേഴ്സ് ഓഫ് ഹിമാചൽ. ഹിമാചലിൻ്റെ സവിശേഷതകൾ ഏതാണ്? എന്തൊക്കെയാണ് ഹിമാചലിൻ്റെ ഫീച്ചേഴ്സ്? ഒന്നാമത് എന്താ? നോർത്ത് ഓഫ് ശിവാലിക്സ്. ശിവാലിക്സിൻ്റെ വടക്ക് ഭാഗത്തിലെ, ശിവാലിക്കിൻ്റെ വടക്ക് ഭാഗത്താണ് എന്തുള്ളത്? ഹിമാചലുള്ളത് 3500 to 4500 മീറ്റേഴ്സ് അല്ലേ. 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിലാണ് ആരുള്ളത്? ഹിമാചലിൽ കാണുന്നത്. ഹിമാചലിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ലെസ്സർ ഹിമാലയ. ശ്രദ്ധിക്കണം, എന്താ വിളിക്കുന്നത്? ലെസ്സർ ഹിമാലയ. ഹിമാചൽ ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ലെസ്സർ ഹിമാലയ. ഹിമാചലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാ? 3500 to 4500 മീറ്റർ ആണ്. ഇതിൻ്റെ വിഡ്ത്ത് അഥവാ വീതി എന്ന് പറഞ്ഞാൽ എത്രയാ? 60 to 80 കിലോമീറ്റേഴ്സ് കേട്ടോ. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് എന്തിൻ്റെ വിഡ്ത്ത്? ഹിമാചലിന്റെ വിഡ്ത്ത് അഥവാ വീതി എന്ന് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ആർ ദി 3 types ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്? ക്ലാരിഫൈ ദർ സ്പെഷ്യാലിറ്റി ഇൻ 1 sentence ഈച്ച് അല്ലെ. 3 തരം ഫലക അതിരുകൾ ഏതൊക്കെയാണ്? ഓരോ വാക്യത്തിലും അവയുടെ പ്രത്യേകത വിശദമാക്കാം. 3 മാർക്കിന് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് അഥവാ ഫലക അതിരുകൾ അല്ലെങ്കിൽ ഫലക ചലനങ്ങൾ 3 രീതിയിലുണ്ട്. ഒന്നാമത്തെ എന്താ? കൺവേർജൻറ്റ് ബൗണ്ടറി അഥവാ സംയോജക സീമ. രണ്ടാമത്തെ എന്താ? ഡൈവേർജൻറ്റ് ബൗണ്ടറി അഥവാ വിയോജക സീമ. മൂന്നാമത്തെ എന്താ? ട്രാൻസ്ഫോം ബൗണ്ടറി അഥവാ ഛേദക സീമ. എന്താണ് കൺവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? പ്ലേറ്റ്സ് മൂവ് അവേ ഈച്ച് അതർ. ഫലകങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം അടുത്ത് വരിക. ഫലകങ്ങൾ ഇങ്ങനെ പരസ്പരം അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? കൺവേർജൻറ്റ് ബൗണ്ടറി അഥവാ സംയോജക സീമ. രണ്ടാമത്തെ എന്താ? ഡൈവേർജൻറ്റ് ബൗണ്ടറി അഥവാ വിയോജക സീമയാണ്. എന്താണ്? പ്ലേറ്റ്സ് മൂവ് അവേ ഈച്ച് അതർ. ഫലകങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? അകന്ന് നീങ്ങുക അല്ലെ. പ്ലേറ്റ്സ് മൂവ് അവേ ഈച്ച് അതർ. ഫലകങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം അകന്ന് നീങ്ങുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈവേർജൻറ്റ് ബൗണ്ടറി അഥവാ വിയോജക സീമ. മൂന്നാമത്തെ എന്താ? ട്രാൻസ്ഫോം ബൗണ്ടറി അഥവാ ഛേദക സീമയാണ്. ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫോം ബൗണ്ടറി അഥവാ ഛേദക സീമ. ഇത് 3 നിങ്ങൾ എന്ത് ചെയ്തോ? പഠിച്ചു വെച്ചോ. എക്സാമിന് എന്ത് ചെയ്യാനുണ്ട്? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് കൊടുത്താണ്, വിച്ച് ആർ ദി റീജിയണൽ ക്ലാസിഫിക്കേഷൻ ഹിമാലയ, വിച്ച് റിവർ സെപ്പറേറ്റ് ഈച്ച് ഡിവിഷൻ. ഹിമാലയത്തിന്റെ പ്രാദേശിക വർഗ്ഗീകരണം ഏതൊക്കെയാണ്? ഏതൊക്കെ നദികളാണ് അതിനെ വർഗ്ഗീകരിക്കുന്നത്? അപ്പം ഹിമാലയത്തിൻ്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടോ. ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനങ്ങൾ ഏതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ആർക്കൊക്കെ അറിയാം. സോ അതിന് ഹിമാലയത്തിൻ്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ അഥവാ പ്രാദേശിക വിഭജനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം. രണ്ടാമത്തേത് സെൻട്രൽ ഹിമാലയം അഥവാ മധ്യം ഹിമാലയം. മൂന്നാമത്തെ എന്താ? ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയം. ഇതിൽ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താ? റിവർ ഇൻഡസ് ആൻഡ് റിവർ കാളി, സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ് എന്തുള്ളത്? വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറൻ ഹിമാലയം. ഇനി സെൻട്രൽ ഹിമാലയം അഥവാ മധ്യ ഹിമാലയോ? റിവർ കാളി ആൻഡ് റിവർ ടീസ്റ്റ, കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണ് എന്തുള്ളത്? സെൻട്രൽ ഹിമാലയം അഥവാ മധ്യ ഹിമാലയം. മൂന്നാമത്തത് ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയോ? ബിറ്റ്വീൻ റിവർ ടീസ്റ്റ ആൻഡ് റിവർ ബ്രഹ്മപുത്ര, ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് എന്തുള്ളത്? ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയം ഉള്ളത്. ഈ ഒരു ടേബിളും കൂടി നിങ്ങൾ എന്ത് ചെയ്തോ? അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെ നോട്ട് കിട്ടാനായിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, nafi.edupod. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആ പേജിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അടുത്ത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് വെസ്റ്റേൺ ഹിമാലയ ആൻഡ് ഇറ്റ്സ് ഡിവിഷൻസ്. പടിഞ്ഞാറ് ഹിമാലയത്തെ കുറിച്ചിട്ടും അതിൻ്റെ വിഭജനങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. 4
മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള. സോ വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറ് ഹിമാലയത്തെ നമ്മൾ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയം. ശ്രദ്ധിക്കണേ, വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറ് ഹിമാലയത്തെ 3 ആയി തരം തിരിച്ചിരിക്കുന്നു. കാശ്മീർ ഹിമാലയമുണ്ട്, ഹിമാചൽ ഹിമാലയമുണ്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയമുണ്ട്. ഓരോ ഹിമാലയത്തിൻ്റെയും ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അറിയാം, ഇത് നമുക്ക് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. 3.5 lakh 3.5 ലക്ഷമാണ് ഇതിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വീതി എത്രയാണ്, ഏകദേശം 500 കിലോമീറ്റർ ആണ്. ലെങ്ത് എത്രയാണ്, 700 കിലോമീറ്റർ അഥവാ 700 കിലോമീറ്റർ ആണ്. ഇവിടെയാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപഞ്ചൽ, മൗണ്ട് കേറ്റു പോലുള്ള മലകളും കുന്നുകളും കാണുന്നത് എവിടെയാണ്, ഈ ഒരു കാശ്മീർ ഹിമാലയത്തിലാണ്. അത് മാത്രമല്ല ബനിഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ചുരവും സിയാച്ചിൻ, ബോൾട്ടാറോ പോലെയുള്ള ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ ഉള്ളത് എവിടെയാണ്, കാശ്മീർ ഹിമാലയത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോയിന്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മികച്ച മാർക്ക് ഓണം എക്സാമിന് നേടാൻ സാധിക്കൂ. ഓക്കെ ആണല്ലോ? യെസ്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതേപോലെ ഓരോന്നിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സ്, ഹിമാചൽ ഹിമാലയത്തിൻ്റെ സവിശേഷത പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ സവിശേഷത പഠിച്ചു വെക്കണം. ഓരോ പോകുന്ന നദികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, അതിൻ്റെ വിസ്തീർണം, അതിൻ്റെ വീതി, അതേപോലെ തന്നെ അതിലൂടെ ഒഴുകുന്ന നദികൾ, അവിടെ കാണുന്ന ലേക്സ്, തടാകങ്ങൾ, അവിടെ കാണുന്ന പാസസ് അഥവാ ചുരങ്ങൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പോയിന്റ്സ് ആക്കി ആഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഗഡ്വൽ ഹിമാലയം ആൻഡ് കുമവൂൺ ഹിമാലയം. ഓർത്ത് വെക്കണേ, ഗഡ്വൽ ഹിമാലയം ഉണ്ട്, കുമവൂൺ ഹിമാലയം ഉണ്ട്. അത് ഏതിലാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ മേജർ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ഇൻ നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, എക്സ്പ്ലെയിൻ ഇറ്റ് ഫീച്ചേഴ്സ് എന്നാ. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന കാലാവസ്ഥ ഏതാണ്, അതിൻ്റെ സവിശേഷത വിശദീകരിക്കാനാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടുത്തെ മെയിൻ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, കോൾഡ് ക്ലൈമറ്റ് അഥവാ തണുത്ത കാലാവസ്ഥയാണല്ലോ. എക്സ്ട്രീം സ്നോഫോൾ, നല്ല മഞ്ഞും അതേപോലെ തന്നെ സ്നോ വിൻഡ്, തണുത്ത കാറ്റുമൊക്കെ വീശുന്ന ഒരു തണുത്ത കാലാവസ്ഥയാണ് എവിടെയുള്ളത്, ഈ ഹിമാലയൻ റീജിയനിലുള്ളത്. പിന്നെ ചില ഭാഗത്ത് എന്തുണ്ട്, റെയിൻഫോൾ കിട്ടുന്നുണ്ട്. എവിടേക്കാണ്? ഈസ്റ്റേൺ ഹിമാലയം, ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തും ശിവാലിക്സിൻ്റെ ഭാഗത്തും എന്ത് കിട്ടുന്നുണ്ട്, റെയിൻഫോൾ അഥവാ മഴ കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ഭാഗത്ത്, ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തും അതേപോലെ തന്നെ ശിവാലിക്സിൻ്റെ ഭാഗത്തും ഒക്കെയാണ് എന്ത് കിട്ടുന്നത്, മെയിനായിട്ട് റെയിൻഫോൾ അഥവാ മഴ കിട്ടുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചോ. അടുത്ത്, വിച്ച് ആർ ദി മേജർ റിവേഴ്സ് ഇൻ നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്, ഉത്തരപർവ്വത മേഖലകളിലെ പ്രധാന നദികൾ ഏതൊക്കെ? 3 റിവേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. അപ്പോൾ ഓരോ റിവറിൻ്റെയും ഒറിജിൻ പോയിന്റ്, ഇത് ഇങ്ങനെ തന്നെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ടും പല രീതിയിലും എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഓരോ നദിയുടെയും ഒറിജിൻ പോയിന്റ് അല്ലേ, അതായത് റിവർ ഇൻഡസ്, സിന്ധു നദിയുടെ ഒറിജിൻ പോയിന്റ് ഏതാ, ബോക്കർച്ചു ഗ്ലേഷ്യർ ആണ്. അതേപോലെ ഗംഗയുടെ ഏതാണ്, ഗംഗോത്രി ഗ്ലേഷ്യർ ആണ്. അതേപോലെ ബ്രഹ്മപുത്രയുടെ ഏതാ, ചെമായങ്ത ഹിമാനിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, റിവർ ഇൻഡസ് അഥവാ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ബിയാസ് ഉണ്ട്, ജലമുണ്ട്, രവി ഉണ്ട്. അതൊക്കെ എന്താണ്, സിന്ധു നദിയുടെ പോഷക നദികളാണ്. എന്നാൽ ഗംഗയുടെ ഏതൊക്കെയാ? യമുന, ഘാഗ്ര, ഘാണ്ടക്, കോസി. ഇൻഡസിന്റെ ഏതൊക്കെയാ, ബ്രഹ്മപുത്രയുടെ ഏതൊക്കെയാ? ദിബാങ്, ലോഹിത്, മാനസ്. അപ്പോൾ ഇതിന്റെ പേരുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓരോ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈ അഗ്രികൾച്ചർ ഈസ് സ്പേസ് ഇൻ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, എന്തുകൊണ്ടാണ് ഉത്തരപർവ്വത മേഖലയിൽ കൃഷി വിരളമായിരിക്കുന്നത്, കൃഷി വളരെ കുറവാണ്, എന്തുകൊണ്ടാണ്? അതായത് ഒന്ന് ഇലവേഷൻ, അവിടുത്തെ ഉയരം, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ചെരിവിൻ്റെ ചെങ്കുത്തായ ചെരിവ്, ഇമ്മച്വർ സോയിൽ, പാകമാകാത്ത മണ്ണ്, ലോ ടെമ്പറേച്ചർ, കുറഞ്ഞ താപനില. ഇത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ അഗ്രികൾച്ചർ സ്പേസ്, അതായത് കൃഷി വളരെ വിരളമാവാൻ, വളരെ കുറയാനുള്ള കാരണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ കൃഷി നടക്കുന്ന ഏത് രീതിയിലാണ്, ടെറസ് ഫാമിംഗ് ആണ് അല്ലേ, തട്ടായിട്ട് മലമ്പ്രദേശങ്ങളെ തട്ടാക്കി മാറ്റിയിട്ടുള്ള കൃഷി രീതിയാണ് എവിടെയുള്ളത്, ഇവിടെയുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അതേപോലെ ആസാം റീജിയനിലൊക്കെ ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ഭാഗത്തൊക്കെ എന്തുണ്ട്, ടീ കൾട്ടിവേഷൻ, ടീ അഥവാ തേയിലയും എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1-2 ഹോംവർക്ക് കൂടി തരുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. പാമീർ നോട്ട് ആണ് ഇതിൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അടുത്ത ഏതാടാ, ഇത് നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിനായിട്ട് നോട്ടുകളും കാര്യങ്ങളും കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോ. അതിലാവശ്യമായിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം സെറ്റാക്കുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓണം എക്സാം ഈസി ആവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.